ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയാണ് നീലൻ. അവൻ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നിന്നെ കാണാതായപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു പോയി ഇന്ദു. എനിക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഇന്ദുവിൻ്റെ തോളിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് നീലൻ സംസാരിക്കുന്നത്. നീലൻ അവളെ കെട്ടിപ്പിടിച്ച് നിന്നതുകൊണ്ട് തന്നെ രുക്മിണി മുഖം തിരിച്ച് നിൽക്കുകയാണ് ഇങ്ങോട്ട്. എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ദു. ഇപ്പോൾ തന്നെ കണ്ടതിന് ശേഷമാണ് എൻ്റെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയത്. നീലൻ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവിന് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഇന്ദു അവനെ കെട്ടിപ്പിടിക്കാൻ കൈകൾ കൊണ്ടുവന്നെങ്കിലും ആ സമയം തന്നെ അവളെ സ്വയം നിയന്ത്രിക്കുകയാണ്. പാടില്ല എന്ന് അവൾ തന്നെ അവളോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൈകൾ അവൾ തിരിച്ചെടുക്കുകയാണ്. നീലൻ ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് അതേ കരയിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇന്ദു ഇന്ദു വേറെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇന്ദു? ഓട്ടോ കിടന്ന കിടപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അപ്പം തന്നെ എൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ഇല്ല, വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ദു അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വേഗം തന്നെ പറയുകയാണ്. അപ്പോൾ രുക്മിണിയാണെങ്കിൽ നേരെ വന്നിട്ട് ഇന്ദുവിൻ്റെ കാലിനൊരു അടി കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഇന്ദു നിന്നപ്പോൾ രുക്മിണിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലം പറയുന്നുണ്ട്, അമ്മ അവൾ ഇപ്പം തന്നെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് വന്നതല്ലേ, അത് സാരമില്ല മോനെ. അവരവരുടെ സങ്കടങ്ങൾ മുഴുവൻ ഇന്ദുവിനോട് പറയാണ്. എന്താ ഇന്ദു നീ ചെയ്തത്? ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു ഫോൺ വിളിച്ചിട്ട് നിനക്ക് ഞങ്ങളെ അറിയിക്കാൻ തോന്നിയില്ലേ? അങ്ങനെ ഞങ്ങളോടൊക്കെ മറച്ചു പിടിച്ച് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇങ്ങനെ ആരും ഇല്ലാതെ ഒരു അനാഥയെ പോലെ ഇവിടെ വന്ന് കിടക്കേണ്ട ആവശ്യം എന്താ നിനക്ക്? ഇല്ല അമ്മ, ഫോണ് എവിടെയോ മിസ്സായി പോയതാ. ഫോണ് മിസ്സായതൊക്കെ ഞങ്ങൾക്കും അറിയാം. ആരോ നിൻ്റെ ഫോൺ എടുത്തിട്ട് സംസാരിച്ചത് കാരണമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് എത്തിയത്. അതും ഏതാ ഹോസ്പിറ്റലിൽ എന്ന് പോലും അറിയാതെ എവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് നിനക്കറിയാമോ? അല്ല, ഇവിടെ നിനക്ക് ഞങ്ങളെ വിളിച്ചു പറയാൻ ഒരു ഫോണ് പോലും ഇല്ലേ? അവർ ഇന്ദുവിനെ വഴക്ക് പറയുകയാണെങ്കിലും അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നീലനും ഇന്ദുവിനും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നിനക്ക് എൻ്റെ നമ്പർ അറിയായിരുന്നില്ലേ ഇന്ദു? ഒന്ന് ഫോൺ ചെയ്ത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുക, ഞാൻ ഈ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്തായിരുന്നു പറ്റുക? നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇത്രയും സമയം ഞങ്ങൾ എന്തോ ഒരു ആവലാതിപ്പെട്ടു എന്ന് നിനക്കറിയാമോ? അങ്ങനെ പറയേണ്ടതെന്ന് കരുതിയിട്ടല്ല അമ്മ. ഇവിടെ വന്നപ്പോൾ തന്നെ ഡോക്ടർ മുറിവ് ഡ്രസ്സ് ചെയ്തിട്ട് ട്രിപ്പ് തന്നിട്ട് മരുന്നും എഴുതിയിട്ട് ട്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്തിനാണ് ശല്യപ്പെടുത്തുന്നത് എന്ന് കരുതിയിട്ടാ. ശല്യപ്പെടുത്താനോ? രുക്മിണി തിരിച്ചു ചോദിക്കുകയാണ്. ഇതിലെന്താ ഇന്ദു എനിക്ക് ശല്യമായിട്ട് തോന്നുന്നത്? സ്വന്തങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉള്ളത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഒരാൾക്കൊരാൾ എപ്പോഴും സഹായത്തിനെത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ നിനക്ക് നീലമോനെങ്കിൽ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്. ആരോടെങ്കിലും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ നിനക്കത് അത്രയും വലിയ കുറവായിട്ടാണോ ഇന്ദു തോന്നുന്നത്? എന്തിനാ ഇന്ദു നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? രുക്മിണി കരഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ, നീലൻ അവരോട് നിയന്ത്രിക്കാൻ പറയുകയാണ്. വേഗം തന്നെ കണ്ണു തുടച്ചുകൊണ്ട് രുക്മിണിയും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുന്നത്? അപ്പോൾ അവരെ വഴക്ക് വരാതിരിക്കാൻ വേണ്ടി ഇന്ദു പറയുന്നുണ്ട്, ഇല്ല സിസ്റ്റർ, എൻ്റെ അമ്മയും ഹസ്ബൻഡും വന്നതാണ്. ആക്സിഡൻ്റ് ആയ വിവരം ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനെന്നെ വഴക്ക് പറയുന്നതാണ്. നീലം വല്ലാത്ത നിരാശനായിട്ടും സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, അവർ പറയുന്നത് ശരിയല്ലേ? ആക്സിഡൻ്റ് ആയ കാര്യം തനിക്കൊന്ന് അവരെ അറിയിക്കാമായിരുന്നില്ലേ? ഡോക്ടർ റൗണ്ട്സിന് വരുന്നുണ്ട്, കുറച്ച് പയ്യെ സംസാരിക്കണേ. ശരി നഴ്സ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു പേപ്പർ നീലന് കൊടുത്തുകൊണ്ട് പറയാണ്, ഇതിൽ മെഡിസിൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, വാങ്ങിച്ചുകൊണ്ട് വരണേ. നീലൻ അത് വേഗം വാങ്ങിക്കുകയാണ്. ഡോക്ടർ വന്നതിന് ശേഷം ഡിസ്ചാർജിനെ കുറിച്ച് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് നീലൻ ആ പേപ്പറുമായിട്ട് പുറത്തേക്ക് പോകാൻ പോയപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, മോൻ ഇവിടെ നിന്നോ, ഈ പേപ്പർ ഇങ്ങ് ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം. രുക്മിണി ഈ പേപ്പറുമായിട്ട് പോയപ്പോൾ നീലൻ അവളുടെ അരികിൽ ഒരു സ്റ്റൂളിട്ട് ഇരിക്കുകയാണ്. എന്താ ഇന്ദു? സോറി നീലേട്ടാ, ചെറിയൊരു മുറിവാണല്ലോ, അപ്പോൾ എല്ലാവരും അറിയിച്ചിട്ട് എന്തിനാ എല്ലാവരെയും ടെൻഷൻ ആക്കുന്നതെന്ന് കരുതിയിട്ടാണ്. അല്ല ഇന്ദു, അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ വന്ന് നിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നില്ലേ? നീ എൻ്റെ ഫോൺ എടുക്കാത്ത ആ സമയം തൊട്ട് ഞാൻ എത്രമാത്രം ടെൻഷനായിന്ന് നിനക്കറിയാമോ ഇന്ദു? അവൻ്റെ മനസ്സിലെ നന്മയും ആത്മാർത്ഥതയും ഇന്ദുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കുമല്ലോ, ഇപ്പം എന്താ ഫോൺ എടുക്കാത്തതെന്ന് ആലോചിക്കും തോറും വല്ലാത്ത ഭയമായിരുന്നു. അവൻ പറയുന്നതിലെ കാര്യം ഇന്ദുവിന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ വീണ്ടും അവനോട് സോറി പറയാണ്. അതല്ല ഇന്ദു, നീ നന്നായിട്ട് ഓട്ടോ ഓടിക്കുന്നതായിരുന്നില്ലേ? അപ്പോൾ പിന്നെങ്ങനെയാണ് ആക്സിഡൻ്റ് ആയത്? ആ സമയത്ത് ഇന്ദുവിൻ്റെ മനസ്സിൽ രാധിക അയച്ചു കൊടുത്ത ഫോട്ടോയും അത് നോക്കിക്കൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ വണ്ടി എടുത്തതും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി മറിഞ്ഞതൊക്കെ ഓർമ്മയിലേക്ക് വീണ്ടും വരികയാണ്. പക്ഷെ അവളത് നീലനോട് പറയുന്നുണ്ടായിരുന്നില്ല. അവൾ പറയുന്നത്, ഞാൻ എന്തോ ഒരു ചിന്തയിലായിരുന്നു വണ്ടി എടുത്തത്. ഒരാൾ പെട്ടെന്ന് എതിരിൽ വന്ന സമയത്ത് സഡനായിട്ട് ബ്രേക്ക് എടുത്തതായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്കിഡായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം കൊണ്ട് പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല. ആളുണ്ടായിരുന്നെങ്കിൽ പെട്ടുപോവായിരുന്നു.
നീലൻ്റെ മനസ്സിലുള്ള ഒരു പേടിയും ആശങ്കയും ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു ഭയത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഓട്ടോ അവിടെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്തു. തന്നോടുള്ള അവൻ്റെ സ്നേഹം അവൻ്റെ വാക്കുകളിൽ കൂടി എന്തോരം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതും. അപ്പോൾ നീലൻ സങ്കടത്തോടെ പറയാണ്, നിന്നെ ഇപ്പം ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. ഇന്ദു, താൻ ഓട്ടോ ഓടിക്കുന്നതിനും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനും ഒന്നും പറയുന്നില്ല ഇന്ദു. പക്ഷേ ജോലി ഒരു ഭാഗത്ത്, നേരം ഭക്ഷണം കഴിക്കണം ഇന്ദു. വീട്ടിൽ വെച്ച് തന്നെ നിർബന്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നത്. അതുപോരാതെ താൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയാനാ? താൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് തനിക്ക് കാഴ്ച നഷ്ടപ്പെട്ട ആക്സിഡൻ്റ് ആയി എന്നൊക്കെയാണ് നീലം വിശ്വസിക്കുന്നത് എന്ന് ഇന്ദുവിന് മനസ്സിലായി. ഞാൻ തൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നേരം ഞാൻ തന്നെ ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു ഇന്ദു. ഇനി ചായയും ഭക്ഷണവും ഒക്കെ പാർസൽ ചെയ്തിട്ട് ഞാൻ നിൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുവെക്കും. ഇന്ദു തന്നോടുള്ള അവൻ്റെ സ്നേഹം കണ്ടിങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇത്രയധികം അവൻ്റെ മനസ്സിൽ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അതിനു മുമ്പ് തന്നെ വീട്ടിൽ 2 ദിവസം റെസ്റ്റ് എടുപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചാൽ മാത്രമേ തൻ്റെ ഈ മുറിവുകളൊക്കെ ഉണങ്ങുള്ളൂ. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തന്നെ അവൻ പരിഗണിക്കുന്നത് കണ്ടിട്ട് ഇന്ദു ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീലനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായ മുറിവും നെറ്റിയിലുണ്ടായ മുറിവൊക്കെ തൊട്ടിട്ട് അവന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ദുവിന് ശരിക്കും തന്നോട് തന്നെ കുറ്റബോധം തോന്നുവാണ്. ഇത്രയധികം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനെയാണോ രാധിക സ്നേഹിക്കുന്നു എന്ന് താൻ വിശ്വസിച്ചതെന്ന് കരുതിയിട്ട്. നീലൻ അവളുടെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിൽ ചേർത്ത് വെക്കുകയാണ്. ഇന്ദുവിന് അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. നീലൻ കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ശരീരത്തിൽ ഇങ്ങനെ കാണുന്ന മുറിവുകളല്ലാതെ തനിക്ക് വേറെ എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ ഇന്ദു? പുറത്ത് മുറിവ് കാണുന്നില്ലെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും വേദന ഉണ്ടാവും. അടികൊണ്ട സമയത്ത് എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല നീലേട്ടാ. നീലൻ എത്ര അധികം ചോദിച്ചിട്ടും അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, വേദനിക്കുന്നുണ്ടാവോ എന്ന് ആലോചിച്ചിട്ടുള്ള ആശങ്കയായിരുന്നു. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഡോക്ടർ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, വേറെ എവിടെയും ഒരു കുഴപ്പമില്ല. രുക്മിണി വരുന്ന സമയത്ത് കാണുന്നത് നീലനും ഇന്ദുവും കൈകൾ കോർത്ത് പിടിച്ച് കണ്ണുകളിൽ കണ്ണ് നോക്കി നിൽക്കുകയാണ്. താൻ വന്നതൊന്നും അവർ അറിഞ്ഞിട്ടില്ലെന്ന് രുക്മിണിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ചെറുതായിട്ടൊന്ന് ചുമക്കുകയാണ്. എന്നിട്ട് അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഞെട്ടിയിട്ട് കൈമാറ്റുന്നത്. അതിനുശേഷം രുക്മിണി പറയുന്നുണ്ട്, മോനെ മരുന്നുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നോർമലാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയും. BP എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി വരെ നിന്ന് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് നഴ്സ് പറഞ്ഞത്. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നീലൻ ചെയർ മാറ്റിയിട്ട് കൊടുത്ത സമയത്ത് ഡോക്ടർ താങ്ക്സ് ഒക്കെ പറയാണ്. ഇന്ദുവിനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ കണ്ണുകളൊക്കെ നോക്കിയതിന് ശേഷം ഡോക്ടർ റിപ്പോർട്ട് വാങ്ങി വായിച്ചു നോക്കുകയാണ്. എവറിത്തിങ് ഈസ് നോർമൽ, താൻ ഓക്കെയാണ്, തനിക്ക് പോവാം എന്നൊക്കെ പറയാണ്. 2 ദിവസം കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കണം. പിന്നെ കുറച്ച് ദിവസം കൂടി പെയിൻ ഉണ്ടാവും. കൃത്യമായിട്ട് മെഡിസിനും എടുക്കുക, ഭക്ഷണവും കഴിക്കുക. അതിനുശേഷം നീലനോട് ചോദിക്കുകയാണ്, ഞാൻ അവളുടെ ഹസ്ബൻഡാണ്. ശരി, ഇങ്ങനെയുള്ള സമയങ്ങളിൽ താങ്കൾ പറ്റുമെങ്കിൽ കൂടെ തന്നെ ഉണ്ടാവുക. മെഡിസിൻസിനേക്കാളും നിങ്ങളുടെ കെയറിങ് ആണ് അവർക്കിപ്പോൾ ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ പോയതിന് ശേഷം നീലൻ രുക്മിണിയോട് പറയണം, അമ്മ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. അത് വേണ്ട മോനെ, നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ വന്നോളൂ, ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം. പക്ഷെ അമ്മ, ഇന്ദുവിനെ എങ്ങനെ ഓട്ടോയിൽ ബൈക്കിൽ എന്ന് നീലൻ പറഞ്ഞപ്പോഴേക്കും ഇന്ദു തന്നെ പറയാണ്, അത് കുഴപ്പമില്ല, എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഓട്ടോയിൽ പോകുമ്പോഴാണ് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുക. ഇന്ദു തനിക്കൊപ്പം ബൈക്കിൽ വരാൻ സന്നദ്ധയാണെന്ന് അറിഞ്ഞപ്പോൾ നീലൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ വാ, ശ്രദ്ധിച്ചിട്ട് വരണം, ഞാൻ ആദ്യം തന്നെ ഓട്ടോയിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. പ്ലാസ്റ്റർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നഴ്സ് വന്നിട്ട് പ്ലാസ്റ്റർ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നീലൻ അവളെ ശ്രദ്ധിച്ച് താഴോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടായിരുന്നു. അവൻ്റെ ബൈക്കിന് പിറകായിട്ട് തന്നെയാണ് ഇന്ദു ഇരിക്കുന്നത്. രണ്ടുപേരും ഒരേ വണ്ടിയിലാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. നീലൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദു ശരിക്കും അവൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണെങ്കിൽ നീലൻ അവൾക്ക് സംഭവിച്ച അപകടത്തിൻ്റെ ആ ഒരു ആഴത്തിലുള്ള വേദനയായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ ആ ഒരു വേദന കാണാമായിരുന്നു. അതുമാത്രമല്ല, ഇന്ദു വണ്ടിയുടെ മിററിൽ കൂടി നോക്കുന്ന സമയത്ത് നീലൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കാണുന്തോറും ഇന്ദുവിനൊരു വല്ലായ്ക തോന്നുവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീലേട്ടാ വണ്ടി ഒന്ന് ഇവിടെ നിർത്താൻ പറ്റുമോ? അവിടെ വണ്ടി നിർത്തിയിട്ട് അവൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവളെ നോക്കിയപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് പോയാലോ? ഓക്കെ ഇന്ദു. അവൾക്ക് വേണ്ടി അവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും ബീച്ച് സൈഡിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ നീലൻ ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് നിൽക്കുന്നത്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇന്ദു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നീലേട്ടാ? എന്തോ ഒരുമാതിരിയാണല്ലോ. എന്താ നീലേട്ടാ നിങ്ങളുടെ കണ്ണിങ്ങനെ കലങ്ങിയിരിക്കുന്നത്? ഞാനും ഹോസ്പിറ്റലിൽ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. എന്തോ ഒരു പോലെ. ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇന്ദു. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നീലൻ അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് ഇല്ലില്ല, താനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇന്ദു. പക്ഷേ ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുവാണ്. നീലേട്ടൻ എന്തിനാ അങ്ങനെ ടെൻഷൻ വരുന്നത്? നീലേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ?
അതല്ല ഇന്ദു, ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും തനിക്ക് ആദ്യം എന്നെ ഒന്ന് വിളിച്ചത് അറിയിക്കണമെന്ന് പോലും തോന്നുന്നില്ലല്ലോ. അത് കേട്ടപ്പോഴാണ് നീലൻ്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതിൻ്റെ കാരണവും അവനിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നതിൻ്റെ കാരണവും ഇന്ദു മനസ്സിലായത്. ആ ഒരു സമയത്ത് പോലും എന്നെക്കുറിച്ചൊരു ഓർമ്മ പോലും തനിക്ക് തോന്നുന്നില്ലല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. താൻ ചെയ്തിരിക്കുന്ന തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ഇന്ദുവിന് അപ്പോഴാണ് മനസ്സിലായത്. ഈ 3 മാസക്കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഇങ്ങനെ ഒരു അപകട സാധ്യത വരുമ്പോൾ പോലും ഒന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിശ്വാസത്തോടെ വിളിക്കാമെന്ന് പോലും തനിക്ക് എൻ്റെ പേര് പോലും ഓർമ്മ വരുന്നില്ലല്ലോ. എന്ത് പ്രശ്നം വന്നാലും അത് എൻ്റെ അടുത്ത് വന്ന് പറയണം എന്ന് തനിക്ക് തോന്നുന്നില്ലെങ്കിൽ അത് ഞാൻ തന്നോട് പെരുമാറുന്ന രീതിയുടെ കുഴപ്പമാണോ എന്ന് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുവാണ്. അയ്യോ നീലേട്ട, അങ്ങനെയൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അല്ലാതെ നീലേട്ടൻ പറയുന്നത് പോലെ എനിക്ക് നീലേട്ടനോട് വിശ്വാസം ഇല്ലാതൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയധികം എതിർപ്പുകളെ താണ്ടിയിട്ട് ഞാൻ നീലേട്ടൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നോ? ഈ ലോകത്ത് നീലേട്ടനെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ വിശ്വസിക്കുക? അത് പറ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. പക്ഷേ ഇന്ദു പറയുന്നത് പോലെ ഇന്ദു എന്നിൽ വിശ്വാസം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്ദുവിന് ചുറ്റിലുള്ളവരിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഇന്ദു പരിഹരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ദുവിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരവും ഇന്ദു തനിച്ച് തന്നെ കാണുന്നു. അപ്പോൾ പിന്നെ ഭർത്താവ് എന്ന പേരിൽ ഞാൻ എന്തിനാണ് ഇന്ദു? അവൻ അത്രയധികം സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു തിരിച്ചു പറയാണ്, എനിക്ക് നീലേട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. പക്ഷെ അത് എന്ന് കരുതി ഞാൻ നീലേട്ടനെ മനഃപൂർവ്വം ഒന്നും അറിയാത്ത ഒരാളായിട്ടോ അല്ലെങ്കിൽ നീലേട്ടനോടൊന്നും പറയാൻ പറ്റാത്ത ഒരാളായിട്ടോ വിശ്വാസമില്ലാതെയോ അങ്ങനെയൊന്നും അല്ല കരുതിയിട്ടുള്ളത്. നീലേട്ടൻ കരുതുന്നത് പോലെ നീലേട്ടന് വിലവെക്കാതെ ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ വെറുതെ നീലേട്ടനെ കൂടി ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് കരുതി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് പറയാത്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത്. ഇതിലെന്താ താൻ കരുതുന്നത് പോലെ ടെൻഷനുള്ളത് ഇന്ദു? തനിക്ക് വലിയ വലിയ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞ് പേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ തനിക്ക് ചെറുതായിട്ടേ മുറിവുള്ളൂ എന്ന് തൻ്റെ അടുത്തിരുന്ന് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ നോക്കിക്കാണുന്നത്. അത് ശരിയാണെന്ന് നീലം പറഞ്ഞപ്പോൾ ഇന്ദുവിനും തോന്നുവാണ്. വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും നമുക്കുള്ളിൽ നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ടാണെന്നെങ്കിലാണ് ഞാൻ ഇതുവരെ കരുതിയിട്ടുണ്ടായിരുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദുവിനും വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇന്ദു പ്ലീസ് അങ്ങനെ പോലും അല്ല എന്ന് ആക്കല്ലേ. ഇന്ദുവിന് എന്നോട് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തൻ്റെ മേൽ ഞാൻ ഒരുപാട് സ്നേഹവും കരുതലും വെച്ചിട്ടുണ്ട്. നീലം പറയുന്ന ഓരോരോ വാക്കുകളും ഇന്ദുവിൻ്റെ ഹൃദയത്തിൽ തന്നെ കൊള്ളുന്നുണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇന്ദു. ആ ഓട്ടോയുടെ കിടപ്പും ആ ഓട്ടോയിൽ നിന്ന് കിട്ടിയ തൻ്റെ രക്തക്കറയും കണ്ടപ്പോൾ ഒരു നിമിഷം എൻ്റെ ശ്വാസം തന്നെ നിലച്ചു പോയിട്ടുണ്ടായിരുന്നു ഇന്ദു. തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ മാത്രമാണ് എനിക്കെൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. നീലം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഇന്ദുവിന് സത്യം പറഞ്ഞ സഹിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. അവൾ നേരെ അവൻ്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു. നീലനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിയായ സന്തോഷത്തോടു കൂടി ഇന്ദു പറയുന്നുണ്ട്, എൻ്റെ മേൽ ഇത്രയും സ്നേഹവും കരുതലും ഉള്ള ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ടെന്ന് നീലേട്ടന് അറിയാമോ? അവളും കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നീലനും സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാവാതെ ഒരുപക്ഷെ ഇന്ദു തന്നെ അത്രയേറെ വിശ്വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദു അവനോട് പറയുന്നുണ്ട്, നീലേട്ടൻ വിചാരിക്കുന്നത് പോലെ നീലേട്ടനോട് പറയരുത് എന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ടല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തത്. പക്ഷേ എന്നാലും അത് ഇത്രത്തോളം നീലേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ അതെനിക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ദു പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തരണം നീലേട്ടാ. അത് കേട്ടപ്പോൾ അവനും മനസ്സിലായി ഇന്ദു മനഃപൂർവ്വം അവനിക്ക് വില കൊടുക്കാത്തതല്ല എന്ന്. അവനും കരഞ്ഞുകൊണ്ട് തലയാട്ടുവാണ്. അതായത് അവൾക്ക് മാപ്പ് കൊടുത്തു എന്നൊരർത്ഥത്തിൽ. ഇന്ദു ആണെങ്കിൽ ആ സമയത്ത് നീലനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. നീലൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്. അവനും അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ദു തൻ്റെ നെഞ്ചിൽ കിടന്നു എന്ന് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് നീലൻ. അതുമാത്രമല്ല, ഇന്ദു ആണെങ്കിൽ താൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൈകൾക്കുള്ളിലാണ്, അല്ലെങ്കിൽ ഒരാളുടെ നെഞ്ചിലാണെന്നുള്ള വിശ്വാസത്തിലാണ് ചേർന്ന് കിടക്കുന്നത്. രണ്ടുപേരും സ്നേഹം കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. നീലൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും അവൻ ചിരിച്ചുകൊണ്ട് ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ദു നമുക്ക് പോകാമോ അതോ ഇനിയും കുറച്ചു നേരം കൂടി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണോ? ആ ചോദ്യം കേട്ടപ്പോഴാണ് ഇന്ദു നീലൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, വാ പോവാം. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ കയറുവാണ്. ഇത്തവണ രണ്ടുപേരും സമാധാനത്തോടെയും പരസ്പരം മനസ്സിലാക്കിയ സന്തോഷത്തിലുമാണ് വണ്ടിയിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിററിൽ കൂടി കാണുന്ന രണ്ടുപേരുടെയും മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹവും കരുതലും പരസ്പരം തിരിച്ചറിഞ്ഞതിൻ്റെ സന്തോഷത്തിലുള്ള പുഞ്ചിരി. രാധിക വീട്ടിലെ സോഫ സെറ്റിൽ ഇരിക്കുകയാണ്.
നീലൻ രാവിലെ കൊടുത്ത ആ ഒരു 500-ന്റെ നോട്ടുകൾ എണ്ണി എണ്ണി അതിനകത്തുള്ള സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവളുടെ മനസ്സ് നിറയെ രാവിലെ നീലൻ പറഞ്ഞ വാക്കുകളാണ്. ഇതെന്തിനാ നീ ശമ്പളമായിട്ട് കണക്കാക്കുന്നത്? നമ്മളെല്ലാവരും ചേർന്ന് ചെയ്ത ഒരു ജോലിക്ക് നിന്റെ ഷെയർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നീലൻ അവളോട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവൾക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം നീലേട്ടൻ തന്നെ ഒരു തൊഴിലാളിയെ പോലെയാണോ കണ്ടതെന്നായിരുന്നു ആദ്യം രാധിക തെറ്റിദ്ധരിച്ചത്. പിന്നീടാണ് അവൻ മനസ്സിലാക്കിയത് അവർക്കൊപ്പം തന്നെയാണ് നീലൻ അവളെയും കണ്ടത് എന്ന്. അതുമാത്രമല്ല, പോവാൻ നേരത്തെ തന്നോടുള്ള കരുതൽ കൊണ്ടാണ് ഓട്ടോ വിളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ തന്നോടുള്ള സ്നേഹമാണെന്നൊക്കെ രാധികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, ആ പണം നോക്കി നോക്കി അവൾ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാസന്തി വന്ന് സോഫയിൽ ഇരുന്നതോ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതോ ഒന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ അടക്കാനാവാത്ത സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ പണം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാസന്തി അവളുടെ തലക്കൊരു കിറുക്ക് വെച്ച് കൊടുക്കുകയാണ്. മാമി എപ്പോഴാ വന്നത്? എന്താടി പണവും നോക്കിക്കൊണ്ട് ജോക്കറിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താടി പണവും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്താ ആദ്യമായിട്ടാണ് 500-ന്റെ നോട്ട് കാണുന്നത്? അല്ല, അതവിടെ നിൽക്കട്ടെ. മാമി എന്തിനാ എന്നെ വിളിക്കാതെ എൻ്റെ തലയ്ക്ക് ഇറുക്കിയത്? പിന്നല്ലാതെ വെറുതെ മാമിയുടെ മകനെ കെട്ടിച്ചതാന്ന് പറഞ്ഞാൽ മാത്രം പോരാ. മരുമകൾ എങ്ങനെയാണോ ജീവിക്കുക അതുപോലെ ജീവിച്ച് കാണിച്ചു തരണം. ഇനി ഞാനെന്തിനാ പുതിയതായിട്ട് കാണിച്ചു തരുന്നത്? കുട്ടിക്കാലം തൊട്ടേ എന്നെ കാണുന്നതല്ലേ. അയ്യോ, ഇങ്ങനെ ഒരു രസവും ഇല്ലാത്ത ചളുവടിക്കരുത്. നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ശരി, എങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞതാ. എങ്കിൽ അതുപോലെ ഇനി ഫോളോ ചെയ്യാലോ. പിന്നല്ലാതെ വീട്ടിലൊരു അമ്മായിയമ്മയുണ്ട്, അവർ നേരത്തിന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ സമയം 8:30 ആയിട്ടും നീ ചിന്തിച്ചോ? നീ നിന്റെ ഇഷ്ടത്തിന് പണവും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനു മുമ്പ് നീ 500-ന്റെ നോട്ട് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നോ? അയ്യോ മാമി കരുതുന്നത് പോലെ ഇത് വെറും 500-ന്റെ നോട്ടല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രം തന്നെ ഉണ്ട്. ശരി, അതൊക്കെ വിട്. മാമി അതിപ്പോൾ പറഞ്ഞു വന്നത് എടി വിശക്കുന്നൂന്ന്. ആ ശരിയാണല്ലോ മാമി പറഞ്ഞതിന് ശേഷമാണ് എനിക്കും തോന്നുന്നത് ചെറുതായിട്ട് വിശപ്പ് വരുന്നുണ്ട്. അല്ല, മാമിയുടെ പേരിനുള്ള മരുമകൾ എവിടെ പോയി? അവൾ നേരം ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ലേ? അല്ലടി, നീയല്ലേ പറഞ്ഞത് എൻ്റെ മാമിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നീലേട്ടൻ്റെ ഭാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ മാമിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. എന്താ ഒരു ദിവസം നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന എന്താ പറ്റുക? എന്ത് പറയുമ്പോഴും എന്തിനാ അവളോട് തന്നെ ചോദിക്കാൻ പറയുന്നത്? മാമി പറയുന്ന കേട്ടാത്തോന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന്. മാമിയുടെ മകൻ്റെ കടയിൽ പോയിട്ട് എല്ലാം മുറിയാ പണിയെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ രാധിക പറയാണ്, മാമിയുടെ ഇപ്പോഴത്തെ മരുമകൾ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വന്നപ്പോൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. ആ അതാ നല്ലത്. എന്തായാലും നീ ഉണ്ടാക്കി തരില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് വാസന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.